ഇപ്പോൾ റബാഡൊക്കെ പവർ പ്ലേയിൽ ഈ സീസണിൽ 17 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. IPL ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ട്രാക്ക് റെക്കോർഡാണത്. അഥവാ IPL ഹിസ്റ്ററിയിൽ ഒരു സീസണിൽ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ഒരു താരമായിട്ട് റബാഡ മാറുകയാണ്. അപ്പോൾ സിറാജും അതുപോലെ തന്നെ ഇന്നലെ പവർ പ്ലേയിൽ 3 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. ഋതു, സഞ്ജു, ഉർവിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു RCBയിൽ ഹേസൽവുഡും ഭുവിയൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് സിറാജ് റബാഡ കോംബോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ എനിക്കും തോന്നുന്നത് ഗുജറാത്ത് ഇപ്രാവശ്യം കിരീട സാധ്യതയുള്ള ഒരു നമ്പർ 1 ടീം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൽ ബോളേഴ്സിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കാരണം ടോപ്പ് 15 പിന്നെ താരങ്ങളിൽ ഏറ്റവും പിന്നെ റബാഡയും ഉണ്ട്, സിറാജും ഉണ്ട്, ഇവരൊക്കെ ആ ലിസ്റ്റിലുണ്ട്. അതിലേറ്റവും രസകരമായ കാര്യം എന്നുള്ളത് റാഷിദ് ഖാനെ അവർ ഭയങ്കര ഒരു ലീസ്റ്റ് യൂസ്ഡ് ബോളറായിട്ടാണ് ഈ സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് റാഷിദ് ഖാൻ പലപ്പോഴും ഈ അദ്ദേഹത്തിന് ബോൾ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ ഒരു 10 ഓവർ ആകുമ്പോഴത്തേക്കും പിന്നെ പ്രധാന താരങ്ങളെയൊക്കെ പുറത്താക്കിക്കൊണ്ട് റബാദയും സിറാജും ഒക്കെ അത്രയും മികച്ച ഫോമിൽ കളിക്കുകയാണ്. റാഷിദ് ഖാൻ കഴിഞ്ഞ മത്സരത്തിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ 1-2 ഓവർ ബോൾ കിട്ടാത്ത ഓവർ പിന്നെ മത്സരങ്ങൾ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ 6 ഓവർ ബാക്കിയുണ്ട് കളി തീരാൻ. അതെ, അത്രയും ഇതായിട്ടും എന്നിട്ടും അദ്ദേഹം ഈ IPL സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരുടെ ലിസ്റ്റിൽ അദ്ദേഹം 4ാമതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് റാഷിദ് ഖാൻ ഇവരെ പോലെ ഒരുപാട് ഓവറുകളൊന്നും എറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും പിന്നെ 19 വിക്കറ്റ് ഈ സീസണിൽ അദ്ദേഹം ആകെ നേടിയിട്ടുണ്ട്. ചില മത്സരത്തിൽ അദ്ദേഹത്തിന് 1 ഓവർ മാത്രം കിട്ടിയ പിന്നെ മത്സരം ഉണ്ടായിരുന്നു, 2 ഓവർ കിട്ടിയ മത്സരം ഉണ്ടായിരുന്നു. അപ്പം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരാൾ മാത്യു ഹെയ്ഡനാണ്. അതായത് ഇപ്പോൾ ഗുജറാത്തിൻ്റെ കോച്ചായിരിക്കുന്ന ബാറ്റിംഗ് കോച്ചായ അല്ലെങ്കിൽ അവരുടെ കോച്ചായ മാത്യു ഹെയ്ഡനെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ആളാണ്. നെഹ്റയെ പോലെ തന്നെ നെഹ്റ ഇപ്പം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം മാത്യു ഹെയ്ഡൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നെ ഇപ്പം ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വിസ്ഫോടനാത്മകമായി ബാറ്റ് ചെയ്തിരുന്ന ഒരു കാലത്ത് പിന്നെ ഓസ്ട്രേലിയൻ ടീമിൻ്റെ കുന്തമുനയായിരുന്ന താരമാണ്. 380 എടുത്ത ഒരു താരമാണ്. നമുക്കറിയാം ഇന്ത്യക്കെതിരെ എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന താരമാണ്. അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം സായി സുദർശൻ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ 3 ബാറ്റർ അവർക്കാണ് അദ്ദേഹം എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ രീതിയിൽ തന്നെ സായി സുദർശൻ്റെ ബാറ്റിംഗ് ഒരുപാട് മെച്ചപ്പെട്ട നമ്മൾ കണ്ടിട്ടുണ്ട്. 3 സീസണിലും 600-ലധികം റൺസ് 500-ലധികം റൺസ് അദ്ദേഹം നേടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഏത് പ്ലെയറാണ് നമുക്ക് വേണ്ടത്?